الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم من أحب لقاء الله أحب الله لقاء صدق رسول الله صلى الله عليه وسلم. فلم أرك الإسلام عزا لأمتي ولا مثل أضياف العراش معشرا نبي وصديقا وفاروق أمتي وخير بني هوى فرعا وأنصرا وعلى أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. കാറ്റും കുയിലും തഹിലീലോതി പാരിൽ ചൂറ്റണ മധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ തടപ്പിനായി റമളാൻ മാസം കാറ്റും കുയിലും തഹിലീലോതി പാരിൽ ചൂറ്റണ മധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലും നോമൊതുങ്ങൂല 30 നാളിലെ നോമ്പിൻ പോരിശ കഥയിലും നോമൊതുങ്ങൂല മുത്തറസൂലെന്ന് പാതിരാവിലും മുസല്ലബി പിറങ്ങിയിട്ടില്ല മുത്തറസൂലെന്ന് പാതിരാവിലും മുസല്ലബി പിറങ്ങിയിട്ടില്ല കാറ്റും കുയിലും തകിലീലോതി പാരിൽ ചൂറ്റണ മധുമാസം കാലത്തിൻ്റെ പാപം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം നീയും മനസ്സും ആത്മീയതയുടെ കൈല തസ്ബീഹ് നൂലാകും നീയും മനസ്സും ആത്മീയതയുടെ കൈല തസ്ബീഹ് നൂലാകും ചെയ്യും നന്മ 70,000 കൂലി റബ്ബു നമുക്കേകും കാറ്റും
കുയിലും തകിലീലോതി പാരിൽ ചൂറ്റണ മധുമാസം കാലത്തിന്റെ പാപം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം കാറ്റും കുയിലും തകിലീലോതി പാരിൽ ചൂറ്റണ മധുമാസം കാലത്തിന്റെ പാപം കഴുകാൻ പടപ്പിനായി റമളാൻ മാസം ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ പി എ ഷബീർ, ജനറൽ സെക്രട്ടറി, ബഹുമാനാദരവുള്ള അധ്യക്ഷൻ അബ്ദുൽ ഖാദർ ഹാജി ഹസഡ്, ഈ പരിശുദ്ധമായ സദസ്സിന് വളരെ അർത്ഥഗർഭമായ ഒരു ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റ ബഹുമാനപ്പെട്ട പി മുർസ്താദ് പ്രിയോട്, വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതവരേണ്യന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടപ്പെട്ട വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാത്തിത്തന്ന മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മൃദുലമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ കാലച്ചവൽ കാലെ കൂട്ടിക്കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന് കാലുഷീക ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാനെ ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ നല്ല നാളുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി കഴിഞ്ഞുകൂടുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞ് പള്ളിപ്പറമ്പുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, നാമുമായി ബന്ധപ്പെട്ടവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവരുടെയും ഖബർ ജീവിതങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. സന്തോഷവും ആനന്ദകരവുമായ രസിപ്പിക്കുന്ന മാലാഖമാരെ ആറടി മണ്ണാകുന്ന ഖബറുകളുടെ ഉള്ളിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പരിശുദ്ധമായ സദസ്സുകളിലേക്ക് കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ജോലികളിലൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ പരിപാടിയുടെ ഒന്നാമത്തെ സുദിനത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അതിന്റെ ഇത് കാണാനുണ്ടല്ലേ. ഏതായാലും അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. ഈ എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കും ചെറുപ്പക്കാർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ
ഈ വശത്തോട്ടം ഇരുന്ന് എന്നാൽ വലിയൊരു സന്തോഷമാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കസേര ആദ്യം ഉഷാറായിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് പറയാനൊരു ഉഷാറുണ്ടാവും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ എഴുന്നേറ്റ് വന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെ സന്തോഷകരമായി അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്തിലേക്ക് സന്തോഷത്തോടു കൂടി കടന്നു പോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ സദസ്സിന് ഒരു ഭംഗിയുണ്ട്. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധമായ കാര്യങ്ങൾ ചർവണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഏതൊരു മനുഷ്യനും വളരെയേറെ സന്തോഷകരമായി ജീവിതത്തിൽ ലഭിക്കാവുന്ന മനുഷ്യന്മാരുടെ ആവശ്യ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് കനിഞ്ഞരുളിയ ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസം. മനസ്സിന്റെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളും ദുഷിപ്പുകളും കണ്ണുനീരുകളും എല്ലാം പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ നൊമ്പരങ്ങളും മാറ്റിവെക്കാൻ സന്തോഷത്തോടെ കടന്നു പോകാൻ അല്ലാഹു നമുക്ക് തരുന്ന ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ. ആ റമദാനിന്റെ ഒന്നാമത്തെ 10 സലാം പറഞ്ഞ് പിരിഞ്ഞു പോയി. പരിശുദ്ധവും പരിപാവനവുമായ റഹ്മത്തിന്റെ 10 നമ്മൾ പോലും അറിയാതെ എങ്ങനെയോ യാത്രയിലൂടെ കടന്നുപോയി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ 10 നമുക്ക് അള്ളാഹു പുറത്തു തന്നോ എന്ന് നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ 10 നമ്മൾ പോലും അറിയാതെ വളരെ പെട്ടെന്ന് കടന്നുപോയി. നരകമോചനത്തിന്റെ 10ലാണ് നമ്മളൊക്കെ നിലകൊണ്ടിരിക്കുന്നത്. അതും ഏകദേശം കഴിയാറായി. ഇനിയിപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ഇനി പെരുന്നാളുമായി അനുബന്ധമായ കാര്യങ്ങളുള്ള ചർച്ചകളും അതിന്റെ അപ്പുറത്തുമുള്ള കാര്യങ്ങളാണ് നമ്മളിൽ ഉള്ളത്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചിട്ട് പഠിപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സ്വഹാബ, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം നിങ്ങളിൽ നിന്നും സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി കടന്നു വരണം. കാരണം അല്ലാഹു തരുന്നത് ഒരു മാസമാണ്. ആ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസം അടുത്തൊരു കൊല്ലം ഇതുപോലെ നോമ്പ് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്നറിയില്ല. അടുത്തൊരു കൊല്ലം പ്രിയപ്പെട്ട മക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം സന്തോഷകരമായിട്ട് കടന്നു വരാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബ, ഓരോ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോ, ആനന്ദത്തിന്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കണ്ണുനീരിന്റെ ചാലുകൾ ഒഴുകണം. ആ ഒരു തുള്ളി കണ്ണുനീര് കാരണം അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. ആ ഒരു തുള്ളി കണ്ണുനീര് കാരണം അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണം. ആ ഒരു തുള്ളി കണ്ണുനീര് കാരണം അല്ലാഹുവിന്റെ നരകമോചനം നമുക്ക് ലഭിക്കണമെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മണിമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി. സലാത്തിലേക്ക് ആണുങ്ങളൊക്കെ എല്ലാവരും ഉറക്കെ മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഉഷാറാവണം. കാരണം നമ്മൾ ഇന്നലെയും പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇന്നിപ്പോ രാത്രി എടപ്പാള ഇന്നിപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടി ഉള്ളത്. നിങ്ങളൊന്ന് ഉഷാറായാലേ നമുക്കൊരു ഉഷാർ കിട്ടും. ഉറക്കെ സലാത്തിലേക്കൂടി ആദരവായി നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലേക്ക് സന്തോഷകരമായിട്ടൊന്ന് കടന്നു പോകേണ്ടുന്ന ഒരു വിഷയം അത് ഫുള്ളായിട്ട് ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു വിഷയത്തിന്റെ പൂർത്തീകരണം എന്നോണം ഒരു വിഷയം പറഞ്ഞിട്ട് പൂർത്തിയാക്കും. എന്നാലും അതിന്റെ ഫുൾ ഭാഗത്തേക്ക് നമുക്ക് കണ്ണോടിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് വിശദമായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഈ ഉള്ള ഒരൊറ്റ ദിവസം കൊണ്ട്. ഏതായാലും അല്ലാഹു ഇവിടെ കടന്നു വന്ന ഈ സമയത്ത് ഇവിടെ കടന്നു വന്ന എന്റെ സഹോദരങ്ങൾ ആണുങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. കാരണം ഈ സമയത്ത് അങ്ങനെ ആരും എത്തിച്ചേരാറില്ല. അല്ലാഹുവിടെ എത്തിയവർക്ക് മുഴുവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴികൾ അല്ലാഹു തആല തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളോടൊക്കെ പറയുക, എല്ലാവരെയും മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് ഒന്ന് വരാൻ പറയുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ വളരെ സന്തോഷകരമായി ആനന്ദകരമായി പ്രിയ
പ്രിയപ്പെട്ട അള്ളാന്റെ ഹബീബിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മദീനയുടെ ചാരത്ത് കൂടെ കടന്നു പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാണുന്നവരോടൊക്കെ പറഞ്ഞു, പ്രിയപ്പെട്ട സ്വഹാബ, എല്ലാവരെയും മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്ക് ഒന്ന് കടന്നു വരണം എന്ന് പറയുന്ന സമയത്ത് ആരാണ് ഈ ഒരു സമയത്ത് അവിടെ ഉള്ളത്? അല്ലാഹുവിന്റെ ഹബീബാണ്. പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നു പോവുകയാണ്. വളരെ ആഗ്രഹത്തോടെ, ആവേശത്തോടെ, അഭിലാഷത്തോടെ, അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആർജവത്തോടെ ആലിംഗനം ചെയ്തുകൊണ്ട് അഹന്തയില്ലാതെ, ആവാസനമില്ലാതെ, ആർഭാടമില്ലാതെ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും മദീനത്തിന്റെ മണവാളനായ മാണിക്കക്കല്ലിന്റെ ചാരത്തേക്ക് ഒന്ന് കടന്നിരിക്കുകയാണ്. എന്തിനാണ്? ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു എന്നറിയാതെ പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും വളരെ സന്തോഷകരമായിട്ട് കടന്നുപോയി. അവിടെ സ്വഹാബത്ത് എല്ലാവരും കടന്നു ചെന്നിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുകയാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് സ്വഹാബത്തിനെയും എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു വിട്ടത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മടങ്ങി വന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം കൊടുക്കാൻ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. ലോകത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, എല്ലാവരും ഒന്ന് മസ്ജിദിന്റെ ഉള്ളിലേക്ക്, മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലേക്ക് ഒന്ന് കയറിയിരിക്കുക. എല്ലാവരും ഒന്ന് തിങ്ങി നിറഞ്ഞിരിക്കുക. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ കടന്നിരിക്കാൻ ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സന്തോഷത്തോടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് കടന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന് മനസ്സിലായല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ വെറുതെ റസൂലുള്ളാഹി ഞങ്ങളെ വിളിക്കാറില്ലല്ലോ. എന്തോ കാര്യങ്ങളെ ചർച്ച ചെയ്യാനാ, എന്താ കാര്യങ്ങൾ പറയുവാനാണ് പ്രിയപ്പെട്ട സ്വഹാബത്തിന് മനസ്സിലായപ്പോ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് മുഴുവനും റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടിലേക്ക് സ്വഹാബത്ത് മുഴുവനും നോക്കിയിരിക്കുകയാണ്. ആ ഒരു സമയത്താ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഇവിടെ നിങ്ങൾ സന്തോഷകരമായി കടന്നു വന്നതാണ്. പ്രിയപ്പെട്ട മക്കളോടൊപ്പം, ഭാര്യയോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം നിങ്ങൾ കടന്നു വന്നതാണ്. എന്നാൽ സ്വഹാബ, ഇതിനേക്കാൾ ഒരു സന്തോഷകരമായ സ്വർഗീയ ലോകത്തിലേക്കൊന്ന് കടന്നു പോകാൻ ആഗ്രഹമുള്ളവരാരാ? ആ സമയത്താണ് സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു പോവുകയാണ്, റസൂലല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തിലേക്കൊന്ന് കടന്നു പോകാൻ. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അല്ലാഹുവിന്റെ കസ്തൂരി കൊണ്ട് കലർത്തിയിട്ടുള്ള സ്വർഗ്ഗത്തിന്റെ സുന്ദരമായിട്ടുള്ള അരുവികളുണ്ടല്ലോ, ആ അരുവികളിൽ നിന്ന് സന്തോഷകരമായിട്ട് അല്ലാഹുവിന്റെ സുന്ദരമായ ജലം കുടിക്കാൻ ആഗ്രഹമുള്ളവരാരാണെന്ന് റസൂലുള്ളാഹിന്റെ ചോദ്യത്തിന് മറുപടിയായി പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒന്നടങ്കം ചാടി എഴുന്നേറ്റ് പോവുകയാണ്. ആ ഒരു സമയത്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട സ്വഹാബത്തെ, പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഞാൻ പറയും പോലെ നിങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ് നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ സന്തോഷത്തിന്റെ അനുരാഗത്തിന്റെ മാലാഖമാർ നിങ്ങളുടെ വീടുകളിലേക്കൊന്ന് കടന്നു വരുന്നതാണ്. അങ്ങനെ വീടുകളിൽ വന്നാലോ ദുനിയാവിന്റെ പുറത്ത് നിങ്ങൾ ജീവിക്കുന്ന വീടും സ്വർഗമാണ്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഇവിടത്തെ വീടും സ്വർഗമാണ്. ഇവിടത്തെ വീട് സ്വർഗമാണ്. അത് മാത്രവുമല്ല, നാളെ നിങ്ങൾ കടന്നു പോകുന്ന 6 അടി മണ്ണാകുന്ന ഖബർ, ആ ഖബർ ജീവിതം സ്വർഗമാണ്. അക്ഷറയാകുന്ന കോടതിയിൽ ഇടിമിന്നൽ വേഗത്തിൽ സിറാത്തുൽ മുസ്തഖീം പെട്ടെന്ന് കടന്നു പോകാൻ പറ്റും. അങ്ങനെ കടന്നു പോയാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് മിന്നൽ വേഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്താണ് അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചു. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളോട് ഞാൻ പറയട്ടോ, ഇന്ന് ദുനിയാവിന്റെ പുറത്ത് രോഗം കൊണ്ട് വലയുന്നവരാരാ, വിഷമങ്ങൾ കൊണ്ട് കടന്നുകൂടുന്നവരാരാ, അന്തരത്തോടെ ദുഃഖത്തോടെ കടന്നുകൂടുന്നവരാരാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട സ്വഭാവത്തിൽ പലരും പറഞ്ഞു, റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയാത്ത വേദനകളുണ്ട് നബിയേ, വിഷമങ്ങളുണ്ട് നബിയേ, നൊമ്പരങ്ങളുണ്ട് നബിയേ, കണ്ണുനീരുണ്ട് റസൂലല്ലാഹ്. ആ വിഷമങ്ങൾ മാറിയിട്ട് നമ്മുടെ വീട് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതിനുള്ള ഒന്നാമത്തെ വഴിയേതാ? ഒന്നാമത്തെ വഴിയേതാ? അത് നിങ്ങളുടെ ഭാര്യമാരാണ്. അത് നിങ്ങളുടെ ഭാര്യമാരാണ്. അവർ വിചാരിച്ചാൽ നിങ്ങളുടെ വീട് സ്വർഗത്തിന്റെ വീടാണ്. ദുനിയാ വൽ ആഖിറ. നിങ്ങളുടെ ഭാര്യമാർ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യമാരെന്ന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് സ്വർഗാണ്. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സന്തോഷമാണ്. ഇവിടെയും അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന്റെ സന്തോഷം കിട്ടും. ഇവിടെ ചില ആളുകൾ പറയും, ഉസ്താദ്, നരകയാതന അനുഭവിക്കാൻ കുടുംബ ജീവിതത്തിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നില്ല, കുടുംബ ജീവിതത്തിൽ നിന്നും ഒരു ആനന്ദം കിട്ടുന്നില്ല. ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നു ഏതൊക്കെയോ വഴികളിലൂടെ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് കടം മറിച്ച് നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയോ നമ്മൾ നിന്ന് അങ്ങോട്ട് തള്ളി നീക്കുകയാണ്. ആ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഉള്ളത്. ഒരുപക്ഷെ ഇരിക്കുന്നവരുടെ മനസ്സിൽ തന്നെ അങ്ങനെ ചിന്ത ഉണ്ടാകും. എന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്റെ ഇവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വിചാരിച്ചാൽ അതിനുള്ള എളുപ്പ വഴികളുണ്ട്. അതിനുള്ള എളുപ്പ വഴികൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞ, റസൂലല്ലാഹ് പറയുക, അല്ലാഹുവിന്റെ നബിയേ പറയുക, പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തിന്റെ പവർ പോലും ഉറക്കെ ചൊല്ലിക്കൊള്ളി, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി ഹബീബുല്ലാഹി താഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുല്ലാഹി ത്വയ്ബ പാദീൻ ജീവേ തൗഹീദോളി നീലാവേ അധിപതിയുടെയുടെ ഹസനത്ത് ഉലകത്തിൽ ഒരു തകുവേ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുല്ലാഹി. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുക, ലോകത്തിന്റെ രാജകുമാരനായ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ. അപ്പോഴാ ഒരു സ്വഹാബി ചാടി എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഒരുപാട് ദിവസങ്ങളായി
നിന്റെ പ്രയാസങ്ങളെ തള്ളി നീക്കുകയാ. ഒരുപാട് ദിവസങ്ങളായി കണ്ണുനീരോടെ വേദനയോടെ നൊമ്പരത്തോടെ പ്രയാസത്തോടെ അല്ലാഹുവിന്റെ റസൂലേ കടന്നു പോവുകയാണ് നബിയേ. പുന്നാര മക്കൾക്ക് രോഗമാണല്ലോ, പ്രിയപ്പെട്ടവൾക്ക് രോഗമാണല്ലോ. ഒരുപാട് ദിവസങ്ങളായി കച്ചവടത്തിന് വേണ്ടി കടന്നു പോയിട്ട് എന്റെ കച്ചവടത്തിന് സന്തോഷമില്ല നബിയേ. കുടുംബത്തിൽ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഓടി വന്നുകൊണ്ട് പ്രിയപ്പെട്ടവളെ കാണാൻ മക്കളെ കാണാൻ കഴിയുന്നില്ല നബിയേ. മനസ്സ് മുഴുവനും വേദനിച്ചു പോവുകയാ, മനസ്സ് മുഴുവനും നൊമ്പരപ്പെട്ടു പോവുകയാ, മനസ്സ് മുഴുവനും കത്തിക്കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാ. മറ്റാളുകൾക്കൊക്കെ ഒരുപാട് ബിസിനസ്സുകൾക്ക് അല്ലാഹു കേറ്റങ്ങൾ കൊടുക്കുമ്പോ എന്തുകൊണ്ടാണ് എന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ലാത്തത്? എന്തുകൊണ്ട് എന്റെ മക്കള് പട്ടിണിയാവുമ്പോ ഇന്നെന്റെ വീട്ടിന്റെ ഉള്ളിൽ നേരം വെളുത്താൽ എന്റെ മക്കള് പട്ടിണിക്കാണ് അവർ കരിഞ്ഞു ഓടുന്നത്? വേദന സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, വിഷമങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഇന്ന് മുതൽ നിന്റെ വീടിന്റെ ഉള്ളിൽ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ ജലമാലകൾ കൊണ്ട് നിറയുന്ന ഒരു വീടായിട്ട് നിനക്ക് മാറണോ? ആ ഒരു സമയത്താണ് പ്രിയപ്പെട്ട സ്വഭാവത്ത് ഒന്നടങ്കം പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ്, ഇന്ന് വരവുള്ള പട്ടിണി മാറാ, ഇന്ന് വരവുള്ള വിഷമങ്ങൾ മാറാൻ, ഇന്ന് വരവുള്ള കണ്ണുനീര് മാറാൻ, ഇന്നലെ വരെ പട്ടിണി കൊണ്ട് കിടന്നു പോയ ആ പട്ടിണി എന്ന് മാറാൻ എന്താണോ അവിടെ നിന്ന് പറയുന്ന ഉപദേശം അത് ഞങ്ങൾ ചെയ്യും റസൂലല്ലാഹ് എന്നവിടെ നിന്ന് പറയുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ട സ്വഹാബത്തെ കടന്നു പോവുക, പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുക, എല്ലാവരെയും ഒന്ന് കടന്നു വരാൻ പറയോ സ്വഹാബത്തെ. നിങ്ങളുടെ വേദനകൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരും. അങ്ങനെ ജോലികളിലൊക്കെ ബറക്കത്ത് തരുമ്പോഴാണല്ലോ നിങ്ങളുടെ വീടും സ്വർഗമായിട്ട് മാറാ. ജീവിതത്തിൽ ബറക്കത്ത് കിട്ടുമ്പോഴാണല്ലോ, കടങ്ങളില്ലാതെ രോഗങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ പോകുമ്പോഴാണല്ലോ നമ്മുടെ കുടുംബം സമാധാനത്തിന്റെ സ്വർഗീയ തുല്യമായ വീടാവുക. അത് പഠിപ്പിച്ചു കൊടുക്കാൻ ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ആ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഭാര്യമാരെ വരാൻ പറഞ്ഞു. സ്വഹാബത്തൊക്കെ ഇറങ്ങി ഓടി മസ്ജിദ് നബവിയുടെ ചാരത്തിൽ ഇറങ്ങി ഓടിയിട്ട് പ്രിയപ്പെട്ട ഭാര്യമാരോടൊക്കെ പറഞ്ഞു, എന്നോടൊപ്പം കടന്നു വരണം, ഹബീബ് നിങ്ങൾക്കൊരു ഉപദേശം തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കൊരു ഉപദേശം തരുന്നുണ്ട്. ആ ഒരു ഉപദേശം നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷമായി സ്വർഗീയ ലോകത്തിലേക്കുള്ള എളുപ്പ വഴികളായി അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യമാരെ പെട്ടെന്ന് കടന്നു വരണം. പ്രിയപ്പെട്ട ഭാര്യമാരെ കുട്ടി ഭർത്താക്കന്മാരെ മുഴുവൻ ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ എല്ലാവരും കടന്നിരുന്നു. എല്ലാവരും സന്തോഷകരമായിട്ട് കടന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഭാര്യമാരോട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശം കൊടുക്കുന്നത്. ഇന്നിവിടെ ഒരുപാട് ഉമ്മമാരെ ഞാൻ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നിവിടെ ഇരിക്കുന്നവർ മുഴുവനും സന്തോഷത്തിലാണെന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ട ഭർത്താവിന് നല്ല സന്തോഷമാണെന്ന് പറയാൻ പറ്റുമോ? ഭർത്താവിന്റെ കച്ചവടത്തിൽ ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയാൻ പറ്റുമോ? കോടിക്കണക്കാണ് സമ്പത്തുണ്ടെന്ന് പറയാ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ നമ്മളെ കൊണ്ട് പറ്റുമോ? അതുകൊണ്ട് പഠിക്കുക, ജീവിതത്തിൽ ഒരു പാഠമായിട്ടൊന്ന് കൊണ്ടുവരിക. അല്ലാഹുവേ, മരിക്കുന്ന സമയം വരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാര് പഠിച്ചു പോയാ വല്ലാഹി നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹു രോഗം കൊടുക്കൂല, ഭർത്താവിന് അല്ലാഹു വിഷമങ്ങൾ കൊടുക്കൂല, ഭർത്താവിന് അല്ലാഹു കണ്ണുനീര് കൊടുക്കൂല. പെങ്ങളെ, അത് നിങ്ങളുടെ മനസ്സുകൊണ്ടെന്ന് ഉറപ്പിച്ചാലേ കഴിയുകയുള്ളൂ. എന്നാൽ കേട്ടുകൊള്ളുക, റസൂലുള്ളാഹി പറഞ്ഞ പ്രിയപ്പെട്ട സ്വഹാബിമാരുടെ ഭാര്യമാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ
അവരെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അവരോടും നിങ്ങളോടുമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം. ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതിപ്പോയാ നിങ്ങളുടെ വീടുകളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിയുന്ന സമയമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ അല്ലാഹു രണ്ട് മലക്കിനെ പറഞ്ഞു വിടാറുണ്ടല്ലോ. അത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാലും ഏത് സമയത്തും ആ രണ്ട് മാലാഖമാർ വല്ലാഹി വീടുകളുടെ മുകൾ ഭാഗത്തേക്കൊന്ന് കടന്നു വരികയാണ്. അവര് കടന്നു വന്നുകൊണ്ട് നമ്മളിലേക്ക് നോക്കുകയാണ്. അവിടെ ഖുർആൻ ഓതുന്നതാരാ, അവിടെ ദിക്ർ ചൊല്ലുന്നതാരാ, അവിടെ തസ്ബീഹ് ചൊല്ലുന്നതാരാ എന്നിങ്ങനെ ആ രണ്ട് മാലാഖമാര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പെങ്ങളെ, ആ ഒരു സമയത്ത് ഈ ഒരു സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പ്രിയപ്പെട്ട സ്വഭാവത്തെ നിങ്ങളുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്തുകൾ തരുമെന്നാണ്. ഏതാണ് ആ സൂറത്തെന്നറിയോ? വല്ലൈലി ഇദാ സജാ ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. സൂറത്തുൽ ളുഹ ഒരാൾ ഓതിയാൽ, ഒരു ഉമ്മ ഓതിയാൽ, ട്രിപ്പിൾ വെച്ചോ, ഏതെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് ഒരാൾ ഓതിയാൽ ആ ഒരു സൂറത്ത് കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന മാറ്റം ഒരുപാടുണ്ട്. ആ ഒരു സൂറത്തിന്റെ മഹത്വം മാത്രം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്താലും കഴിയില്ല. അത്രത്തോളം പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ. അതുകൊണ്ട് ഉമ്മ സൂറത്തുൽ ളുഹ പതിവാക്കിയാൽ നിങ്ങളുടെ വീട് സ്വർഗത്തിന് തുല്യമാകും. എന്ന് പറഞ്ഞ ആ സ്വർഗ്ഗമല്ല, ഒരു വിഷമങ്ങളില്ലാതെ, നൊമ്പരങ്ങളില്ലാതെ, ബുദ്ധിമുട്ടോ കണ്ണുനീരോ ഒന്നുമില്ലാതാകുമെന്നാണ്. والليل إذا سجى ما ودعك ربك وما قلى. നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ ഓതിയാൽ സന്തോഷമെന്നാണ്. അതുകൊണ്ടാണല്ലോ ഒരു സ്വഹാബി ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്ക് വന്നു. നന്നായിട്ട് കേൾക്കും. ഇനിയിപ്പോ നമ്മുടെ ഉമ്മമാര്, ഇവിടത്തെ ഉമ്മമാർ അങ്ങനെയാണെന്ന് അറിയില്ല, അവരൊക്കെ നല്ല സ്വഭാവമാണെന്ന് നമ്മുടെ ഉദ്ദേശം. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മമാരോടൊന്നും ഒന്നും വേണ്ടാൻ പറ്റില്ല, ഉമ്മമാരോടൊന്നും ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെക്കാളും ബുദ്ധിയും തൻ്റെ ഒക്കെ ആയിപ്പോയി നമ്മുടെ ഉമ്മമാർക്കൊക്കെ, അല്ലേ? ഒരുപക്ഷെ കേൾക്കണം, ഒരു പക്ഷെ ഉൾട്ടായിട്ട് കേൾക്കുന്നുള്ളൂ. ഇവിടെ ഇല്ല, വേറെ ചില സ്ഥലങ്ങളിൽ ഏതുപോലെ പണ്ടൊരു ഉസ്താദ് വാദം പറയാൻ വേണ്ടി പോയി. ഇവിടെ ഒരു സ്ഥലത്തേക്ക് വാദിന് പോയി. അങ്ങനെ വാദിന് പോകുന്ന സമയത്ത് സന്തോഷമായിട്ട് ഉസ്താദ് വാദ കഴിഞ്ഞു. അങ്ങനെ വാദം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതണ്ട, ശരീരധാരമാണ്, അതല്ല ഞാനല്ല കേട്ടോ. അങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ചു. അങ്ങനെ ഉസ്താദ് നന്നായിട്ട് പാത്രത്തിൽ ചോറൊക്കെ വാരി കഴിച്ചു. എന്നിട്ട് അവസാനം പാത്രം ഒന്ന് വടിച്ചു നാക്കി നല്ല ഉഷാറായി. ഇത് കണ്ടപ്പോൾ അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ട് വല്യമ്മ പറഞ്ഞു, പിന്നെ ഉസ്താദ് നിങ്ങൾ പാത്രം കഴിവേണ്ട, മക്കളുണ്ട്, പേരക്കുട്ടിയുണ്ട്, അവർ പാത്രം കഴിക്കും, നിങ്ങളിപ്പോൾ പാത്രം കഴിക്കാൻ വലിയ കാര്യമില്ല. അപ്പോൾ ഉസ്താദ് മസാല ഇറക്കി, എൻ്റെ പൊന്നാരുമ്മ ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ല, ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പാത്രം നന്നായിട്ട് വടിച്ച് നക്കുകയും കൂടെ ചെയ്താൽ മക്കത്തെ പള്ളിയിൽ കൂലി കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്, മക്കത്തെ പള്ളിയിൽ കൂലി കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആവേശമായി. നേരെ അടുക്കളയിൽ പോയി കുറെ ചോറും കറിയും എല്ലാം കൂടി ഇട്ടങ്ങോട്ട് ഇളക്കിയിട്ട് വീണ്ടും ഉസ്താദിന്റെ പാത്രത്തിൽ ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വല്യമ്മ മാതിരി പണി ചെയ്യുന്നു. ഉസ്താദ് പറഞ്ഞു, എനിക്കിനി വിശപ്പില്ല, എനിക്കിനി ഇത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറ്റൂല. ഏതായാലും നിങ്ങൾ മക്കത്തെ പള്ളി കഴിയും, ഇനി നിങ്ങൾ മദീന പള്ളി കൂടെ ഇവിടെ നിന്ന് കഴിയിട്ട് പോയാൽ മതി. നമ്മുടെ ഇവിടുത്തെ ഉമ്മമാരങ്ങനെയല്ല, ചില നാടുകളിൽ ഇല്ലേ നന്നായിട്ട് കേൾക്കുമ്പോ ഒരു സ്വഹാബി എന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ കച്ചവടം മോശമാണ്. ഈ ഇരിക്കുന്ന ഭർത്താവിനൊക്കെ നിങ്ങളോട് സൂറത്ത് ഓതാൻ പറയാൻ മനസ്സുണ്ട്. ഇപ്പോഴും കച്ചവടം ഇനി കൂലിപ്പണി ചെയ്യുന്നവനായിക്കോട്ടെ,
ഇനി മേസ്തിരി പണിക്ക് പോകുന്നവനായിക്കോട്ടെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളായിക്കോട്ടെ, ഏത് തൊഴിലാ തന്റെ ഭർത്താവ് ചെയ്യുന്നെങ്കിലും ഈ ഒരു സൂറത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ സ്വഹാബി എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി ജീവിതം വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത നൊമ്പരമാണ്. ഞാന് 3 ഒട്ടകം എല്ലാ ദിവസവും കൊണ്ടുപോകും. മറ്റുള്ള ആളുകളൊക്കെ 6, 7, 12 ഒട്ടകങ്ങളാണ് കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുക. ഞാൻ ഈ കൊണ്ടുപോകുന്ന തുച്ഛമായിട്ടുള്ള ഒട്ടകം പോലും മേടിക്കാൻ ആരും തന്നെ കടന്നു വരുന്നില്ല. ഞാൻ കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളൊക്കെ നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകങ്ങളാണ്. എന്നാലും അതിനകത്ത് ആളുകൾ ചില ന്യൂനതകൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്റെ കച്ചവടത്തിൽ ഒരു മാറ്റമില്ല, എന്റെ കച്ചവടത്തിൽ ഒരു മാറ്റമില്ല. പെങ്ങളെ നിങ്ങൾ പഠിക്കണം. ഖത്തറിന്റെ അവസ്ഥയ്ക്ക് പറയില്ലേ? എന്താണ് ഇവിടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാ നിനക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുക. ഭാര്യ വന്നപ്പോ ചോദിച്ചു, മോളേ ഇടയ്ക്ക് അല്ലാഹു നിനക്ക് റഹ്മത്തായ ഒരു സമയം തന്നിട്ടുണ്ട്. ആ ഒരു സമയം നീ കൊന്നുകളയാറുണ്ടോ? ആ സമയത്ത് പറഞ്ഞ റസൂലുള്ളാഹി, ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷേ ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ടുവന്നിട്ട് ഞാൻ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഞാൻ സമയങ്ങൾ കളയാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇന്ന് മുതൽ മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞാൽ നിന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയാ നിറഞ്ഞ മനസ്സോടൊന്ന് ഓതുക, സൂറത്തുൽ അതിലൂടെ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്തുകൾ തരുകയാണ്. മോളെ, എത്ര ദിവസമാ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നീ പട്ടിണി കിടന്നത്? റസൂലുള്ളാഹി, ഇന്ന് 4 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് തന്നുപോയ പൊന്നുമക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ പട്ടിണി കിടന്നുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അവർക്ക് വിഷമങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഓരോ ഈത്തപ്പഴം ഞാൻ എടുത്തവരുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് സമാധാനപ്പെടുത്തുന്ന ഒരു പതിവാണ് നബിയേ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബറക്കത്ത് കിട്ടിയാൽ, അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണമെങ്കിലും കിട്ടിപ്പോയാൽ എത്ര സന്തോഷമാണെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ, അവിടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, കടന്നു പോവുക പൊന്നുമോളെ. വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള സമയത്ത് സൂറത്തുൽ ഓതുക. എന്നാൽ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറുമെന്നാണ്. അത് കേട്ടുകൊണ്ടാ പെണ്ണ് കടന്നു പോവുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവെന്ന കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. പോയിട്ട് 4 മാസം കഴിയുമ്പോ, 3 മാസം കഴിയുമ്പോഴൊക്കെയാണ് തിരിച്ചു വരിക. ഈ ഒരു സമയത്ത് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. 7 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വരികയാണ്. വന്നുകൊണ്ട് പറയുന്ന റസൂലുള്ളാഹി, ഈ 3 ഒട്ടകം അവിടത്തേക്ക് വേണ്ടിയാണ്. ഈ 3 ഒട്ടകം റസൂലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ കച്ചവടം നടക്കാത്തത് കൊണ്ടാണോ? റസൂലുള്ളാഹി, അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമാണ്. എന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്തുകൾ എത്തിയിരിക്കുകയാ. ഞാൻ ഒട്ടകങ്ങളെ കച്ചവടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒട്ടകങ്ങളെ മേടിച്ചു. അത് ഞാൻ കൊണ്ട് കച്ചവടം ചെയ്തു. എന്ത് പറ്റിയെന്നറിയില്ല. ഇന്നെന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ സന്തോഷമാണ് നബിയേ. എന്റെ മക്കളും കരയുന്നില്ലല്ലോ, എന്റെ ഭാര്യ വേദനിക്കുന്നില്ലല്ലോ, എന്റെ ഭാര്യ കഷ്ടപ്പെടുന്നില്ലല്ലോ. റസൂലേ, എന്തോ ഒരു സന്തോഷമാണ് നബിയേ. ആ ഒരു സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു പോയത്, ഈ ഒരു സന്തോഷത്തിന്റെ വർത്തമാനം നിനക്ക് എവിടെന്നാ കിട്ടിയെന്നറിയോ? മഗ്‌രിബിന്റെ സമയമാകുമ്പോ നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുക. ഈ സ്വഹാബി അതുവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തില് സന്തോഷകരമായിട്ട് കാത്തിരിക്കുകയാ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ആ വീട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ
വീടിന്റെ കത്തട്ടിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവൾ ഓതുകയാണ് വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ കൊണ്ട് കേൾക്കുകയാണ് ആ പെണ്ണാ സൂറത്തോതിയിട്ട് ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ ഇന്നെനിക്ക് സമാധാനമാണല്ലോ ഇന്നെനിക്ക് സന്തോഷമാണല്ലോ ഇന്നെനിക്ക് ആനന്ദമാണല്ലോ ഇന്നെന്റെ മക്കൾക്ക് പട്ടിണിയില്ലല്ലോ അൽഹംദുലില്ലാഹ് അതുകൊണ്ട് ഞാൻ ഈ സൂറത്ത് ഓതിയത് കൊണ്ട് ഇനിയും എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ നട്ടം കൊടുക്കല്ല അല്ലാഹ് എന്റെ ഭർത്താവിന്റെ ബിസിനസ്സിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുന്നത് കേൾക്കുകയാ അത് കേട്ടപാടില്ല ഹദറത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നു വരികയാ വന്നുകൊണ്ട് അവിടുന്ന് പറയുന്ന റസൂലുള്ളാഹ് ആരീതിൽ ചാരേ ഒതിഞ്ഞ താമര പൂവാണി മന്ദാര പൂത്ത ഒതിലാവി ഒളികൊണ്ടാനേ സ്നേഹസ്വരൂപമാ ഓതിയുള്ള കലിമോള സന്തോഷപൂർവ്വമാല ചാത്തിയുള്ള അവരില അല്ലാഹുവിന്റെ റസൂലേ എന്റെ പെണ്ണാ സൂറത്ത് ഓതുന്നത് കേട്ടുകൊണ്ടാണ് കടന്നു പോയത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അൽഹംദുലില്ലാഹ് ഈ ഒരു സൂറത്തിന്റെ മഹാത്മ്യം ഒരാൾ അറിഞ്ഞിരുന്നെങ്കിലോ സുബ്ഹാനല്ലാഹ് സെക്കൻഡ് വെച്ചുകൊണ്ട് ഈ ഒരു സൂറത്ത് ആ പിന്നെ പാരായണം ചെയ്യുമെന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മണിമാര മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഉമ്മമാർക്ക് മാത്രല്ല ആണുങ്ങൾക്ക് ഒരാള് രാവിലെ പോവാണ് ജോലിക്ക് വേണ്ടിയിട്ട് പോവാൻ ആ സമയത്ത് വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു സൂറത്ത് ദുഹാ ഓതിയിട്ട് ഇറങ്ങിയോ നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി നല്ല ശമ്പളവും നല്ല ജോലി ഇല്ലേ നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടി നല്ല ജോലി നല്ല ശമ്പളവും ഉറപ്പാണ് അതിനകത്ത് ഒരു മാറ്റമില്ല ബിസിനസ് ചെയ്യുന്ന കടകളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഷട്ടർ തുറക്കുമ്പോൾ ഒരു സൂറത്ത് ദുഹാ ഓതിക്കോ നമ്മൾ പോലും അറിയാതെ റഹ്മത്തിന്റെ മാലാഖമാരുടെ കാവല് പറക്കത്ത് നമുക്ക് ലഭിക്കും അപ്പൊ നല്ല കച്ചവടം ഉണ്ടാകും ഇല്ലേ അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത് യാ റസൂലല്ലാഹ് ഹബീബായ നബിയേ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ട് ചെറിയൊരു വിഷയം ഒന്ന് സൂചിപ്പിക്കാനാണ് ചെന്തന്റെ വിഷയം അത് മറ്റൊന്നുമല്ല എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികമായി ഒന്നും എനിക്ക് വേണ്ട എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി അതിന് വേണ്ടുന്ന കുറച്ച് സാമ്പത്തികം അതിനൊന്ന് ദുആ ചെയ്യാവുന്ന മുഹമ്മദ് മുസ്തഫ ആണുങ്ങൾ മാത്രം ഒരു സെക്കൻഡ് എഴുന്നേക്കാം ഒരു സെക്കൻഡ് എല്ലാവരും ബുദ്ധിമുട്ടില്ലെങ്കിൽ കിട്ടിയ അവസരം തൊട്ട് മുങ്ങല്ലേ പക്ഷേ പെട്ടെന്ന് നിർത്തും അങ്ങനെ ആരും പേടിക്കുന്ന ഒരുപാട് ഇരുത്തുന്നു ഉറക്കെ ചൊല്ലിക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം അല്ലാഹു എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലി അവിടെ ഇരുന്നു കൊണ്ട് വളരെ സൗമ്യമായി സ്വലാത്ത് ചൊല്ലി പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ ചെറുപ്പക്കാർ അല്ലാഹു ഇതിന്റെ പകരം ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ
മനസ്സറിഞ്ഞു ഈ സദസ് എന്ന് പറയുമ്പോൾ ഈ പന്തലിന്റെ ഉള്ളിലൊക്കെ മുഴുവൻ മലക്കുകളാണ്. നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉറക്കെന്ന് പറയാം, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, വളരെ സന്തോഷകരമായി വളരെ ആനന്ദകരമായി നമ്മൾ പറഞ്ഞു പോവുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. അത് ഉസ്താദന്മാരായാലും തങ്ങന്മാരായാലും പിന്നെ സാധാരണക്കാരായാലും ആരായാലും ജീവിതത്തിൽ പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഇല്ലാത്തവരുണ്ടാകൂലല്ലോ. എല്ലാവർക്കും പ്രയാസങ്ങൾ. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബിയെ സാമ്പത്തിക ഒരുപാട് കുറച്ചു മതി, വളരെ തുച്ഛമായി അതിനൊന്ന് ദുആ രക്കണം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യുന്നതിന് പകരം എനിക്ക് ദുആ ചെയ്യുന്നുണ്ട് മടിയുമില്ല, പക്ഷേ ഞാൻ നിനക്ക് ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാം, ആ സൂറത്ത് നീ ചൊല്ലുവോ എന്ന്, ആ ഒരു സൂറത്ത് നീ ഓതിക്കോ, എന്നാൽ നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകും. അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തു, വൽദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. സൂറത്തുൽ ദുഹാ വളരെ സന്തോഷകരമായിട്ട് അവിടെ ഓതിയാൽ മതി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടന്നുപോയി സന്തോഷകരമായിട്ട് അവിടെ ഓതി സൂറത്തുൽ ദുഹാ ഓതി. ആ ഒരു ദുആ ഓതി നല്ല നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് ദുആ ചെയ്തപ്പോൾ അല്ലാഹു പിടുത്തം വിട്ട കോടീശ്വരനാക്കി, നല്ലൊരു സമ്പന്നനാക്കി, നല്ല ഉഷാറായിട്ട് ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ലാത്തൊരു കോടീശ്വരനാക്കി. അത് എവിടെ നിന്ന് വന്നതാണ്? അത് സൂറത്തുൽ ദുഹായിലൂടെ കടന്നു. സാമാന്യമായി നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു അസുഖങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുവിധം സന്തോഷകരമായിട്ട് പട്ടിണി കിടന്നാലും വിഷയമില്ല. അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുവിധം സമാധാനപരമായി നമ്മുടെ കുടുംബം സന്തോഷത്തോടെ കടന്നു പോകും, ഇല്ലേ? എന്നാൽ അതിനുള്ള ഏറ്റവും നല്ല പീയൂഷം, ഏറ്റവും നല്ല മരുന്ന് അത് സൂറത്തുൽ ദുഹായാണ് എന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ സ്വഹാബിയുടെ ജീവിതത്തിന്റെ എല്ലാ ഞെരുക്കങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുത്തത്. ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഇന്ന് മുതൽ അത് പതിവാക്കിയാൽ വിദേശത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇന്ന് എന്താണെന്നറിയില്ല, കച്ചവടത്തിൽ നല്ലൊരു മാറ്റമുണ്ട്, ഇന്ന് ആളുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, ഇന്ന് നിന്നെ വിളിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല, എന്താണെന്നറിയില്ല, എന്നും ഇല്ലാത്തൊരു തിരക്ക് ഇന്ന് എൻ്റെ കടയിൽ അനുഭവപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവായാലും ഇനി വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവായാലും നിങ്ങൾ ആ ഒരു 2 മിനിറ്റ് സമയം മതി അവരെ നല്ലവരാക്കാൻ, അവരെ സന്തോഷമാക്കാൻ. മാത്രവുമല്ല പിന്നെ എന്താ, ഈ ഒരു സൂറത്തിലൂടെ കടന്നു പോയാലോ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പഠിപ്പിച്ചു പോവുകയാണ്. മാരകമായ രോഗങ്ങൾ അല്ലാഹു തരൂല്ല, ക്യാൻസർ അല്ലാഹു തരൂല്ല, അറ്റാക്ക് അല്ലാഹു തരൂല്ല. ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തിട്ട് കിടന്നുറങ്ങിയ സൈലന്റ് അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല. സന്തോഷം നമുക്ക് ലഭിക്കും. നേരം വെളുക്കാൻ എഴുന്നേറ്റ് നമ്മുടെ മക്കളെ കാണാൻ സന്തോഷകരമായി. അപകടങ്ങളിൽ നമ്മൾ പെടൂല. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോകുന്ന വഴിയിൽ ഒരു സൂറത്തുൽ ദുഹാ ഓതിക്കോ. അതൊരു ഖൈറാണ്, അതൊരു സന്തോഷകരമായിട്ടുള്ള വഴികളാണല്ലോ. അതൊരാൾ ഓതിപ്പോയാൽ അൽഹംദുലില്ലാഹ് പടച്ചവന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അവനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നിവിടെ വെച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു പോവുകയാണ്, സൂറത്തുൽ ദുഹാ ഒന്ന് പതിവാക്കുക. രണ്ടാമതായി പ്രിയപ്പെട്ട സ്വഹാബത്തിനോട്, സ്വഹാബിമാരുടെ ഭാര്യമാരോട് അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയമുള്ളവരെ, സന്തോഷകരമായ സ്വർഗത്തിന്റെ അവസ്ഥയിലേക്കൊന്ന് കടന്നു പോകണോ, ആനന്ദകരമായിട്ട് കടന്നു പോകണോ, ആഹ്ലാദകരമായി പടച്ചവന്റെ സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകണോ, അത് നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാലേ മതിയാവുകയുള്ളൂ. ഇത് പറയുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നോട് വെറുപ്പ് വെക്കാനില്ല, എന്നോട് ദേഷ്യം പിടിപ്പിക്കാനില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് സൂറത്തുൽ ദുഹാ പഠിപ്പിച്ചു കൊടുത്ത് രണ്ടാമതായി ഉടനെ വേറെ വിഷയം പറയാതെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം ഏതാണ്? അൽഹംദുലില്ലാഹ് സന്തോഷമാണ്, ആനന്ദമാണ്. അത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ളൊരു ബന്ധമാണ്. അവര് സ്നേഹമുണ്ടോ, അവര് സന്തോഷമുണ്ടോ, അവര് സൗമ്യതയുണ്ടോ, ഈ ഒരു സ്വർഗത്തിന്റെ തുല്യകരമായ വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവരാണെങ്കിൽ വല്ലാഹി വല്ലാഹ്
അവർക്ക് സ്വർഗ്ഗത്തിന്റെ അവസ്ഥ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിച്ചു പോവുകയാണ്, നിങ്ങളിൽ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാരാ? നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലും അതുപോലെ പടച്ചവന്റെ കോടതിയിലേക്ക് ഒന്ന് കടന്നു പോയാൽ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാരാന്ന് റസൂലുള്ള ചോദിക്കുമ്പോ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒന്നടങ്കം അവിടെന്ന് പറഞ്ഞു പോവുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളെ മക്കളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളെ ഭാര്യമാരെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ കല്യാണം കഴിച്ചവരാണോ? നിങ്ങൾ വിവാഹം കഴിച്ചവരാണോ? ആ സമയത്ത് അവിടുന്ന് സ്വഭാവത്തിൽ പലരും പറഞ്ഞു, റസൂലേ ഞങ്ങൾ കല്യാണം കഴിച്ചവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്നാ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ടോ? നിങ്ങളെ കുറ്റം പറയുന്നവരുണ്ടോ? നിങ്ങൾ എന്ത് കൊണ്ടുപോയാലും ഏതൊരു സാധന സാമഗ്രി കൊണ്ടുപോയാലും അതിനെ കളിയാക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടോ? എന്നാൽ നിങ്ങളത് ക്ഷമിക്കുന്നവരാണോ? അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം തരുന്ന നന്നായിട്ട് കേട്ടോ. രണ്ടാമതായി പറഞ്ഞു ഇവിടെ ഭർത്താക്കന്മാരോട് ആദ്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങൾ സന്തോഷകരമായി അവർ പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒന്ന് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറായി, മാപ്പ് ചെയ്തു കൊടുക്കാൻ തയ്യാറായ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരുമില്ല. നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരുമില്ല. അതിപ്പോ എങ്ങനെ ഉസ്താദേ, നമ്മളൊരാണല്ലേ, അവളിപ്പോ എന്തെങ്കിലും പറയുമ്പോ എങ്ങനെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുക? അടനെ പൊട്ടിക്കല്ലേ വേണ്ടേ? നമ്മളൊരു ആണുങ്ങളൊക്കെ ആകുമ്പോൾ ഈ പെണ്ണ് പറയുന്ന വാക്കിന് കേട്ടിട്ട് അതിനെ ഇങ്ങനെ ഭഗവത് മിണ്ടാതിരുന്ന നമ്മുടെ ആണത്തെ നഷ്ടപ്പെടില്ലേ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിനോട് എപ്പോഴും ഉടക്കുണ്ടാക്കാൻ പോകുന്നവന് ആണ് എന്ന് പറയില്ല എന്ന് പഠിപ്പിച്ചതും ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദ് മുസ്തഫ ഇത് പറഞ്ഞപ്പോ എന്താ സലാത്ത് പവർ പറഞ്ഞ മാതിരി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിൽക്കുന്ന വടിയെടുത്ത് മുഖത്തിടുന്നവനല്ല ഭർത്താവ്. സഹിക്കാൻ മനക്കരുത്തുള്ളവരാരാണോ? എന്തു പറഞ്ഞാലും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബിയുടെ ഒരു കഥ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ് അവിടെ അറിയോ? യൂനുസ് നബിയെ കാണാൻ 2-3 ചെറുപ്പക്കാർ കടന്നു വരികയാണ്. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ എന്നെ പരിപാടിക്ക് അവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പോലെ സന്തോഷമുള്ള 3-4 ചെറുപ്പക്കാർ അവിടെ നിന്ന് കടന്നു പോവുകയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാ, നബിയേ, ഞങ്ങൾ ഇവിടെ നിന്ന് വന്നവരാണ്, നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? അവിടെ നിന്ന് സ്വീകരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു പോകുമ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അതിഥി കടന്നു വന്നാൽ ആ ഒരു അതിഥിയെ എങ്ങനെയൊക്കെയാണോ സ്വീകരിക്കേണ്ടുന്നത് ആ കോലത്തിലും ഭാവത്തിലുമെല്ലാം സ്വീകരിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടിരുത്തുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എവിടെയെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാ. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ, 2-3 ചെറുപ്പക്കാര് നമ്മളെ കാണാൻ കടന്നു വന്നിട്ടുണ്ട്, പക്ഷേ ഭാര്യ മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊരു ഷഹീദാലിയുടെ കഥയല്ല പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയാ. അവിടെ നിന്ന് കടന്നുപോയ യൂനുസ് നബിയെ കാണുന്നില്ല. അവരവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ 3 ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് അടുക്കളയുടെ ഭാഗത്തേക്കാണ് നബി പോയെന്നറിയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോകാൻ ഒരുങ്ങുമ്പോ വല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയെ ചീത്ത വിളിക്കുന്നുണ്ട്, യൂനുസ് നബിയെ കുറ്റം പറയുന്നുണ്ട്, അസഭ്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഒരു വാക്ക് പോലും യൂനുസ് നബി തിരിച്ചു പറഞ്ഞില്ല. ഒരു വാക്ക് പോലും യൂനുസ് നബി തിരിച്ചു
തിരിച്ചു പറഞ്ഞില്ല. അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവരറിയാത്ത ഭാവത്തിൽ തിരിച്ചു വന്നിരിക്കുകയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇവരുടെ മുഖത്തൊന്ന് മനസ്സിലായി. ഇവരെന്തോ കണ്ടിട്ട് ഇവരെ മിണ്ടാതിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ആശ്ചര്യപ്പെടണ്ട, അവളെന്റെ പ്രിയപ്പെട്ടവളാണ്. അവളെന്നെ അടിച്ചു ശരിയാ, അവളെന്നെ ചീത്ത വിളിച്ചു ശരിയാ, അവളെന്നെ കുറ്റം പറഞ്ഞ ശരിയാ, എല്ലാം അവളെന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സഹിക്കുന്നവനാ, ഞാൻ ക്ഷമിക്കുന്നവനാണ്, ഞാൻ മാപ്പ് കൊടുക്കുന്നവനാണ്, ഞാൻ അവളോട് വഴക്കിടാതെ പോകുന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ പാതിരാത്രി എണീറ്റുകൊണ്ട് നിസ്കരിക്കാറുണ്ട്. നിസ്കരിച്ചുകൊണ്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്തു, ഇന്നി അസ്അലുല്ലാഹ റബ്ബൽ ആലമീൻ, അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചു പോയി, അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ നബിയാകുന്ന യൂനുസിന് അല്ലാഹുവേ എന്തെങ്കിലും കുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ നിന്റെ പാരത്രിക ലോകത്തേക്ക് മാറ്റിവെക്കാതെ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷ നൽകണം അല്ലാഹ്. ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് എനിക്കതിന്റെ ശിക്ഷ നൽകണമല്ലോ. നാളെ നിന്റെ മകുഷയാവുന്ന കോടതിയിൽ ബാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, കൂടപ്പുറപ്പുകളില്ലാത്ത ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നിന്റെ നബിയാവുന്ന യൂനുസിനെ നീ ശിക്ഷിക്കല്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എന്നെ വിളിക്കുകയാണ്, യൂനുസ് നബിയേ, ആ കാണുന്ന വീട്ടില് ഒരു പെണ്ണുണ്ട് നബിയേ, ആ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യലാണ്, ആ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കലാണ് നിങ്ങളെ ഏറ്റവും വലിയ ശിക്ഷ. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്ന വലിയ ശിക്ഷയാവോ? ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന വലിയ കുറ്റാവോ? അല്ലാഹ് വിളിച്ചിട്ട് പറഞ്ഞു, യൂനുസ് നബിയെ, നാളെ അവിടത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ശിക്ഷയുമില്ല. നിങ്ങളുടെ ശിക്ഷയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ ആ കാണുന്ന വീട്ടിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന് നിക്കാഹ് ചെയ്യലാണ്, കല്യാണം കഴിക്കലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശിക്ഷ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, നബിയുള്ളാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞാൻ അന്ന് ആ പെണ്ണിനെ കിട്ടിയതാണ്, അന്ന് കെട്ടിയതാണ്, ഇന്നേ വരെ എനിക്കൊരു സന്തോഷം ലഭിച്ചിട്ടില്ല. ഇത് നമ്മളെ പോലെ ഒരാളുടെ കഥ അല്ല കേട്ടോ. ഇന്നേ വരെ എനിക്കൊരു സന്തോഷം ലഭിച്ചിട്ടില്ല, ഇന്നേ വരെ എനിക്കൊരു ആനന്ദം